ഈ ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ അനുഭവിക്കാൻ പോകുന്ന ഈ മരണവും അതിന്റെ ശേഷം വരാനിരിക്കുന്ന ബർസഖ് നീണ്ടു കിടക്കുന്ന ലോകം, അത് കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിലുള്ള മഹ്ശറ, അത് കഴിഞ്ഞാലുള്ള വിചാരണ, അത് കഴിഞ്ഞാൽ അവസാനം ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഇതിൽ രണ്ടിലെവിടെയെങ്കിലും ഒരു സ്ഥാനമുണ്ടാകും. അതാണ് ഇമ്മാ ശാകിറ, നന്ദിയുള്ളവനാണോ സ്വർഗക്കാരനാകാ, കഫൂറായ നന്ദി കെട്ടവനായാൽ നരകമുണ്ട്. ഇതൊക്കെ തൽക്കാലം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പരിഹസിക്കാനും ചീത്ത വിളിക്കാനും അപഹസിക്കാനും ട്രോളാനും വേണ്ടി സ്വർഗം നരകം തമാശ പറഞ്ഞതല്ല. അള്ളാഹുവിന്റെ ഖുർആൻ വഹയിലൂടെ പറഞ്ഞ വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിലൂടെ ഹദീസിലൂടെ പറഞ്ഞ വാക്കാണ്. അന്നൽ ജന്നത ഹഖ്ഖുൻ, സ്വർഗം സത്യമാണ്. വന്നാറു ഹഖ്ഖുൻ, നരകം സത്യമാണ്. നിഷേധിക്കണവർക്ക് നിഷേധിച്ചു നടക്കാ, പരിഹസിക്കുന്നവർക്ക് പരിഹസിച്ച് നടക്കാ, ഇല്ലാന്ന് പറയണവർക്ക് ഇല്ലാന്ന് നിഷേധിച്ച് നടക്കുക, ഒന്നും പ്രശ്നമൊന്നുമില്ല. കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു തരുമെന്ന ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ثُمَّ لَتَرَوُنَّهَا عَيْنَ الْيَقِينِ, ശരിയായ നേർക്കണ്ണുകൊണ്ട് നിനക്ക് കാണിച്ചു തരും നരകം. വലിച്ചു കൊണ്ടുവന്ന് നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരും. എന്നിട്ട് പറയും ഹാദിഹി ജഹന്നമുല്ലതി കുന്തും ബിഹാ തുകദ്ദിബൂൻ, നിങ്ങൾ നിഷേധിച്ചിരുന്നൊരു നരകല്ലേ ഇതാണത്. നിങ്ങളില്ലെന്ന് പറഞ്ഞ് തമാശ പറഞ്ഞു നടന്നില്ലേ, അതാണിത്. ഇന്നാളില്ലെങ്കിൽ ഞാന് ആ സ്വർഗത്തേക്ക് ഞാനില്ല, ഞാൻ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഉള്ള സ്വർഗത്തേക്ക് ഞാനുള്ളൂ, EMS ഉള്ള സ്വർഗത്തേക്ക് ഞാനുള്ളൂ, മറ്റുള്ള സ്വർഗത്തേക്ക് ഞാനുള്ളൂ. തമാശക്ക് പറയുമ്പോഴും സ്റ്റേജ് കെട്ടി പറയുമ്പോഴൊക്കെ ഭയങ്കര രസമായിരിക്കും. നിങ്ങൾ ചിരിച്ചും പരിഹസിച്ചും ട്രോളിയും കളിക്കുന്ന വാക്കുകളുണ്ടല്ലോ, ആ നരകം കണ്ണിന്റെ മുമ്പിൽ നിനക്ക് തുറന്ന് കാണിച്ചു തരുന്ന ഒരു ദിവസം വരാനുണ്ട്.